ഒരിക്കൽ ശാന്തി നികേതനിൽ താമസിക്കുമ്പോൾ ഗാന്ധിജിയോട് ഒരു കുട്ടി ചോദിച്ചു, ബാപ്പു അങ്ങ് എന്തിനാണ് എപ്പോഴും സത്യം പറയണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? ചിലപ്പോൾ ചില്ലറ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ അതും നല്ലതല്ലേ, അതിൽ തെറ്റുണ്ടോ എന്ന് കുട്ടി ഗാന്ധിജിയോട് ചോദിച്ചു. ഗാന്ധിജി ആ കുട്ടിയെ അരികിലോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു പരീക്ഷണം നടത്താം. നീ നിന്റെ കയ്യിലുള്ള പെൻസിൽ ഒന്ന് നോക്കൂ. അത് കൂർത്തതാണെങ്കിൽ നിനക്ക് വ്യക്തമായിട്ട് എഴുതാം, എന്നാൽ അതിൻ്റെ മുന ഒടിഞ്ഞതാണെങ്കിലോ നിനക്ക് എഴുതാൻ പ്രയാസമായിരിക്കും. കുട്ടി ആശയക്കുഴപ്പത്തിലായി. ഗാന്ധിജിയെ തന്നെ കുട്ടി നോക്കി നിന്നു. നമ്മുടെ ജീവിതവും ആ പെൻസിൽ പോലെയാണ്. സത്യം ആ പെൻസിലിൻ്റെ മുന പോലെ. കള്ളം പറയുന്നത് ആ മുന ഒടിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കൽ നിങ്ങൾ കള്ളം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ആത്മവിശ്വാസവും ആ വ്യക്തതയും നഷ്ടപ്പെടും. സത്യം എന്നത് വെറും ഒരു വാക്കല്ല കുട്ടി, അത് നിന്റെ ഉള്ളിലെ ഒരു വെളിച്ചമാണ്. സത്യമാണ് ദൈവം എന്ന് പറയാൻ പോലും ഗാന്ധിജി മടിച്ചില്ല. വെടിയേറ്റ് മരിച്ചപ്പോഴും ഗാന്ധിജിയുടെ ആദർശങ്ങൾ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞില്ല. വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്താൻ നമുക്ക് ശ്രമിക്കണം. അതാണ് ഗാന്ധിജിക്ക് നൽകാൻ കഴിയുന്ന നമ്മുടെ ഏറ്റവും വലിയ ആദരവ് എന്നുകൂടി വിശ്വസിക്കുന്നു. സത്യത്തിൻ്റെ വഴിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മൾ പറയുന്ന വാക്കുകൾക്കൊന്നും ഒരു വിലയില്ല. വാക്കുകൾക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ട ഒരു കാലത്ത് ജീവിക്കുമ്പോൾ ഗാന്ധിജി കൂടുതൽ പ്രസക്തമാകുന്നു.